ദൈവത്തിൻ്റെ ധന്യമേറിയ തിരുനാമത്തിന് ഇന്ന് ഈ പ്രഭാത സമയത്ത് വീണ്ടും ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ഒരു പ്രഭാതം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നല്ലോ. ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവം നല്ലവനായി കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളോട് കൂടെ ഇരുന്ന് സ്തോത്രം. എല്ലാ നിമിഷവും നമ്മളെ പരിപാലിച്ചത് കൊണ്ടല്ലേ പകൽക്കാലം നമുക്കിവിടെ ആയിരിക്കാൻ കഴിയുന്നത്. സ്തോത്രം. നമ്മുടെ അവിശ്വസ്തതകളെ ഓർക്കാതെ, നമ്മുടെ പാപങ്ങളെ ഓർക്കാതെ, സ്തോത്രം, കരുണ തോന്നി നമ്മളെ നടത്തിയ കർത്താവിൻ്റെ കാരുണ്യമാ ഇന്ന് പകൽക്കാലം ഓർത്ത് സ്തുതിപ്പാൻ നമുക്ക് കടമയുള്ളതായിരിക്കുന്ന വിഷയം. സ്തോത്രം. കൊരഹുപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നുള്ള തലക്കെട്ടിൽ നാം വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 47-ാമത്തെ സങ്കീർത്തനം. സകല ഭൂമിക്കും രാജാവായിരിക്കുന്ന, സകല ഭൂമിക്കും ദൈവമായിരിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, സകല ഭൂമിക്കും രാജാവായിരിക്കുന്ന, സകല ഭൂമിക്കും ദൈവമായിരിക്കുന്ന ഒരു 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 പ്രപഞ്ച സത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 47-ാമത്തെ സങ്കീർത്തനം. കൊരഹുപുത്രന്മാർക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അവരുടെ ദൈവത്തെ അവരാർക്കും ഷെയർ ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് പറ്റിപ്പോയ ഒരു വലിയ അമളിയും അവിടെയാണ്. അവർ സ്വന്തം ജനമാണെന്നും അബ്രഹാമിൻ്റെ ദൈവം അവരുടെ മാത്രം ദൈവമാണെന്നും ഇത് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി അവർ ദൈവത്തെ കൊണ്ടു നടന്നു. സ്തോത്രം. എന്നാൽ ദൈവം അവരെ വിളിച്ചത് അവരുടെ സ്വകാര്യ അഹങ്കാരവും അവരുടെ കുടുംബ ദൈവവുമായിട്ടിരിക്കാനൊന്നുമല്ല. സ്തോത്രം. അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി വളരെ കൃത്യമാണ്, സ്പഷ്ടമാണ്. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മുഖാന്തരം ജാതികൾ, രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അബ്രഹാമിനെ മാത്രം അനുഗ്രഹിച്ച് അബ്രഹാമിലൂടെ വരുന്ന ഒരു കുടുംബത്തെ, ഒരു ഗോത്രത്തെ, ഒരു വംശത്തെ ഉളവാക്കിയെടുക്കുക എന്നുള്ളതല്ല. മറിച്ച് ആഗോളമായി തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ, സ്തോത്രം, തന്നിലേക്ക് വീണ്ടെടുക്കുവാൻ ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ കർത്താവിൻ്റെ ദാസൻ, സ്തോത്രം, ഒരു ചോദ്യം ഉന്നയിച്ചു. ദൈവം ആണ് ജീവിതങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്നത്. സ്തോത്രം. എന്നാൽ എന്തുകൊണ്ട് നീ പോയി പ്രാർത്ഥിക്കേണ്ടുന്നതായിരിക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു? എന്തിന് നീ പോയി ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കേണ്ടി വരുന്നു? സ്തോത്രം. ആ സമയത്ത് ആ ചോദ്യം വളരെയധികം ഞങ്ങളെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് വന്ന ഒരു ഉത്തരം ഇങ്ങനെയാണ്. ദൈവം പണ്ട് കാലമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം, സ്തോത്രം, ഞാൻ അവിടെ ഒന്ന് നിർത്തി ആ പദം ഒന്ന് എടുക്കുകയാ. സ്തോത്രം. പ്രവാചകന്മാർ മുഖാന്തരം, സ്തോത്രം, കാലഘട്ടങ്ങളിൽ വ്യക്തികളെ തിരഞ്ഞെടുത്ത്, സ്തോത്രം, ഓരോരുത്തരെ പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ തനിക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് ഒരു ജനതയെ നേടുവാൻ, ഒരു ദേശത്തെ നേടുവാൻ, ഒരു രാജാവിനെ നേടുവാൻ, ഒരു കൂട്ടത്തെ നേടുവാൻ ദൈവം പദ്ധതി ഒരുക്കുന്നത് ദൈവത്തിൻ്റെ വിപുലമായ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും നമുക്ക് ലഭിച്ച നന്മ, നമുക്ക് ലഭിച്ച വിടുതൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാക്കി കൊണ്ടു നടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് എന്നെ ദൈവം തിരഞ്ഞെടുത്തത്, നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്, നമ്മെ ദൈവകുഞ്ഞുങ്ങളായി തീരുവാനുള്ള ഒരു വലിയ അവസരം നമുക്ക് തന്നത് ഞാനും നിങ്ങളും മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. ജാതികൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും ആ തിരിച്ചറിവ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി നമ്മുടേതായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഒരു സ്വകാര്യ അഹങ്കാരമായി കൊണ്ട് നടക്കുന്നത്. സ്തോത്രം. ആ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുള്ള സങ്കീർത്തനമാണ് 47-ാമത്തെ സങ്കീർത്തനം. സ്തോത്രം. അവിടെ പറയുകയാണ്, അത്യുന്നതനായ യഹോവ ഭയങ്കരൻ. സ്തോത്രം. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ
തിരഞ്ഞെടുത്ത് തന്നു. എന്നിട്ട് പറയുകയാണ്, യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. ഈ ദൈവം എന്നെയും നിങ്ങളെയും സ്തോത്രം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക കാര്യങ്ങളെ താൻ തിരഞ്ഞെടുത്ത് നൽകുവാനായിട്ട് ഇടയായിത്തീരും. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാതെ നമ്മുടേതായ പുതിയ പദ്ധതികൾ മെനയുന്നതാണ് നാം ദൈവിക പദ്ധതികളിൽ നിന്ന് പുറത്തു പോകുന്നതിന് കാരണമായി തീരുന്നത്. പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാതെ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയില്ലാതെ, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനൊരു സാഹചര്യത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ള ആലോചന ദൈവത്തോട് ചോദിക്കാതെ നമ്മുടേതായിരിക്കുന്ന പദ്ധതികളെ നാം മെനയുമ്പോൾ ദൈവിക പദ്ധതികളിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്തേക്ക് പോകുന്നുവെന്ന് നാം മറന്നു പോകരുത്. സ്തോത്രം. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. സ്തോത്രം. അടുത്തത് മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. യൂണിവേഴ്സലായിരിക്കുന്ന അതിനെങ്ങനെയാ പറയുന്നത് മലയാളത്തിൽ, പ്രാപഞ്ചികമായിരിക്കുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ 2-3 പദപ്രയോഗങ്ങൾ ഈ സങ്കീർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പറയുകയാണ് ജാതികൾ. 2 നാം എന്നുള്ളൊരു പദപ്രയോഗമാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ. സ്തോത്രം. ഈ നാം എന്ന് പറയുന്നത് ആരാ? കോരഹപുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം നാം എന്നവർ പറയുന്നെങ്കിൽ ഇത് സംഗീത പ്രമാണിക്ക് ആലയത്തിൽ പാടത്തക്കവണ്ണം അല്ലെങ്കിൽ ആലയത്തിന്റെ ലിറ്റർജിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പാട്ടാ. സ്തോത്രം. അങ്ങനെയാകുമ്പോൾ നാം എന്ന് പാടുന്നത് ദൈവജനമാകുന്ന ഇസ്രായേലിനെ കുറിച്ചാണ്. സ്തോത്രം. ദൈവജനമാകുന്ന ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദൈവമാണെന്ന് നമ്മുടെ രാജാവ് എന്നുള്ള പദപ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത വാക്യം, സ്തോത്രം, 8-ാമത്തെ വാക്യം, ദൈവം ജാതികളെ ഭരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജാതികൾ എന്ന് പറഞ്ഞാൽ തങ്ങളല്ലാതെ വരുന്ന ഏത് ജനവും ജാതികളാണ്. അതിൽ ഇന്ത്യക്കാരായിരിക്കുന്ന നമ്മളും പെടും. സ്തോത്രം. അവരെ സംബന്ധിച്ചിടത്തോളം ജാതികൾ എന്ന് പറയുമ്പോൾ നമ്മളും. സ്തോത്രം. അപ്പൊ നമ്മുടെ ഭാഗ്യമൊന്ന് നമ്മൾ ആലോചിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഴുതുമ്പോൾ പറയുന്നത് രക്ഷയ്ക്ക് സംബന്ധമില്ലാതിരുന്നവർ. സ്തോത്രം. വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പരദേശികളും എന്നാണ് പറയുന്നത്. സ്തോത്രം. വാഗ്ദത്തത്തിൻ്റെ ആ നന്മകളെ പ്രാപിക്കുവാൻ അന്യരായിരുന്ന പരദേശികളായിരുന്ന നമ്മെയും അവൻ സ്നേഹിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭാരതദേശത്ത് സത്യസുവിശേഷം കൊണ്ടുവരുവാൻ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയത് നമ്മുടെ മഹാഭാഗ്യമല്ലേ പ്രിയമുള്ളവരെ. സ്തോത്രം. ദൈവത്തിന് എത്രമാത്രം സ്തോത്രം ചെയ്യണം. അതിനുവേണ്ടി അധ്വാനിച്ചവർ, സ്തോത്രം, അതിനുവേണ്ടി ജീവൻ വെടിഞ്ഞവർ, അതിനുവേണ്ടി സ്വന്തം കുടുംബങ്ങളെ തള്ളിക്കളഞ്ഞവർ, സ്തോത്രം, കുഞ്ഞുങ്ങൾ, സ്തോത്രം. ഓരോ മിഷണറിമാരുടെയൊക്കെ കഥ കേട്ടാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഇത്രയും കുഗ്രാമത്തിലേക്ക് വന്ന് ഭാര്യ, സ്തോത്രം, ആ ഒരനുഭവത്തിൽ, സ്തോത്രം, എന്നാ പറയുന്നേ, മനോനില തെറ്റിയവളായി തീർന്നു. സ്തോത്രം. കുഞ്ഞുങ്ങൾ രോഗികളായി തീർന്നു. മഹാവ്യാധികൾ, സ്തോത്രം, പരക്കുന്ന കണ്ടേജിയസ് ആയിട്ടുള്ള രോഗങ്ങൾ, സ്തോത്രം, കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുകയാ. പക്ഷെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള ധൈര്യത്തോടെ, സ്തോത്രം, അവരുടെ, സ്തോത്രം, അതിനെന്നാ പറയുന്നേ, അവരുടെ കബറിടങ്ങളെ കാര്യമാക്കാതെ കർത്താവിൻ്റെ ദാസന്മാർ രാപ്പകലില്ലാതെ നമ്മുടെ ഭാഷ പഠിച്ചു. നമ്മുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ വചനം പകർന്നു തന്നു. അങ്ങനെ നമ്മെ ദൈവസന്നിധിയിൽ നേടത്തക്കവണ്ണം അവർ കഴിച്ച, അതിന് ഞാൻ പറയും, ത്യാഗമെന്നൊന്നുണ്ട്. സ്തോത്രം. നാം എന്ത് ചെയ്യുന്നു? സ്തോത്രം. നമ്മൾ സുവിശേഷകരാണെന്ന് പറയുന്നു. സ്തോത്രം. പാസ്റ്റർമാരെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്, സുവിശേഷം പറയാൻ ആഗ്രഹമുള്ള എല്ലാവരെയും കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ സുവിശേഷകരാണെന്ന് പറയുന്നു. സ്തോത്രം. നമ്മൾ ദൈവകുഞ്ഞുങ്ങളാണെന്ന് പറയുന്നു. നാം കർത്താവിന് വേണ്ടി ഇന്ന് പാടിയതുപോലെ, സ്തോത്രം, ജീവൻ വെക്കുമെന്ന് പാടുന്നു. സ്തോത്രം. സ്വന്തം കംഫോർട്ട് സോണിൽ നിന്ന് ഒരു പൊടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇറങ്ങാൻ നമുക്ക് മനസ്സുണ്ടോ? സ്തോത്രം.
ചിന്ത അതല്ലെങ്കിലും ദൈവാത്മാവ് അങ്ങനെ നമ്മളോടൊന്ന് ഇടപെടുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജാതികളുടെയും ദൈവമായിരിക്കുന്ന, രാജാവായിരിക്കുന്ന, ജാതികളെ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ രാജാവായി ഭരിക്കുന്നത്, അപ്പോൾ ജാതികളുടെയും രാജാവായിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ എഴുതുകയാണ്. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് എന്താ? സ്തോത്രം. ദൈവം ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല, മറിച്ച് ഇസ്രായേലിന്റെ ദൈവം, സ്തോത്രം, സകലരുടെയും ദൈവമാണ്, ജാതികളുടെയും ദൈവമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് താൻ പറയുകയാണ്, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ. സ്തോത്രം. ജയഘോഷത്തോടെ നിങ്ങളുടെ ദൈവത്തിന് ഘോഷിപ്പീൻ. സ്തോത്രം. ദൈവദാസന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക്, ദൈവ കുഞ്ഞുങ്ങളാകുന്ന നമുക്ക് സകലരോടും വിളിച്ചു പറയുവാനുള്ള സത്യസുവിശേഷവും ഇത് തന്നെയാണ്. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് അന്യനായ ഒരുവനല്ല. ദൈവം നിങ്ങളുടെ റീച്ചിൽ, നിങ്ങളുടെ അടുത്തിരിപ്പുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് നമുക്ക് സന്തോഷമാണ്. സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെയും ദൈവമാണെന്ന് നമുക്ക് വിളിച്ചു പറയുന്നത് സന്തോഷമാ. സ്തോത്രം. ഈ സന്തോഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സന്നിധാനത്തിങ്കൽ നമ്മെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ സഭയോടായിട്ട് പറയട്ടെ, സ്തോത്രം, ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആദ്യം ഓടി വന്ന ഒരു ചിന്ത എന്താണെന്ന് പറയട്ടെ. കൈകൊട്ടാനും ദൈവവചനം പറയുന്നുണ്ടെന്ന്. സ്തോത്രം. കൈകൊട്ടാൻ മടിയുള്ളൊരു കാലഘട്ടത്തിൽ കൈകൊട്ടാനും ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന്. സ്തോത്രം. എങ്ങനെയാ കൈകൊട്ടുന്നത്? ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ കരങ്ങളെ അടിച്ച് കരഘോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, സ്തോത്രം, ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനക്കാരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കൈകൊട്ടുന്ന ഉപദേശം പെന്തക്കോസ്തുകാരുടെ ഉപദേശം അല്ലെന്ന്. സ്തോത്രം. ഇത് ദൈവവചനത്തിന് അകത്ത് പറയുന്ന ഒരു ഉപദേശമാണെന്ന്. സ്തോത്രം. പലരും നമ്മളെ കളിയാക്കുന്നതല്ലേ. അതുകൊണ്ട് ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടിയെത്തിയൊരു ചിന്ത നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. സ്തോത്രം. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. സ്തോത്രം. അതിൽ ആരും ലജ്ജിക്കേണ്ടതില്ല. സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊക്കെ കർത്താവിൻ്റെ ദാസന്മാർ പറയുമായിരുന്നു, സ്തോത്രം, ഈ 10 വിരലുകൾ എന്ന് പറഞ്ഞാൽ 10 കമ്പിയുള്ള വീണകളാണെന്ന് പറഞ്ഞൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അത് ശരിയോ തെറ്റോ എന്നൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ലോകത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അന്നത്തെ തലമുറ അനുഭവിച്ച അനുഗ്രഹം, അന്നത്തെ തലമുറ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നുണ്ടോ എന്ന് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടൊന്ന് വിശകലനം ചെയ്തു കൊള്ളണം. സ്തോത്രം. ദൈവവചനം പറയുന്ന പോലെ ചിലതൊക്കെ പഴയ പാതകളിൽ ചെന്ന് നല്ലതേതാണെന്ന് നോക്കി അതിൽ നിന്ന് പഠിക്കുവാൻ നാം കടപ്പെട്ടവരാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഞാൻ മുമ്പോട്ട് പോകുകയാണ്. സ്തോത്രം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. കാരണം, സ്തോത്രം, യഹോവ ഭയങ്കരൻ, അവൻ അത്യുന്നതൻ, സകലത്തിൻ്റെ മേളിലും ഉന്നതനായിരിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ സകലത്തിൻ്റെ മേലും അത്യുന്നതനും ഭയങ്കരനുമാണ്. സ്തോത്രം. അവൻ മഹാരാജാവെന്നാണ് പറയുന്നത്, കിങ് ഓഫ് കിങ്സ്. സ്തോത്രം. ഈ ഭൂമിയിൽ എത്ര ശക്തരായ രാജാക്കന്മാരുണ്ടെങ്കിലും, ഈ ഭൂമിയിൽ എത്ര ശക്തമായ വാഴ്ചകളുണ്ടെങ്കിലും, സ്തോത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പറയുക, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ, സ്തോത്രം, വാഴ്ചകൾക്കായി, അധികാരങ്ങൾക്കായി, അല്ലെങ്കിൽ ദുരധികാരങ്ങളെ നടത്തുമ്പോൾ, ദുർവാഴ്ചകളെ നടത്തുമ്പോൾ അതിൻ്റെയും മുകളിൽ രാജാവായിരിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ മഹാരാജാവാ. അവൻ എന്ത് ചെയ്യുന്നു? അവൻ ജാതികളെ നമ്മുടെ കീഴിലും, സ്തോത്രം, വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് എന്താ പറയുന്നത്, ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. ആദ്യത്തെ വാക്യം പറയുക, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ. അതൊരു സന്തോഷത്തിൻ്റെ ധ്വനിയാണ്. പക്ഷേ മൂന്നാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ പറയുക, സകല ജാതികളെ അവൻ, കാൽ കീഴി കിടക്കുന്നവന് സന്തോഷിക്കാൻ പറ്റുമോ? ചവിട്ടി അരയ്ക്കപ്പെടുന്നവന്, കാൽ കീഴിലാക്കെന്ന് പറഞ്ഞാൽ അതാ അതിൻ്റെ അർത്ഥം. ചവിട്ടി അരയ്ക്കപ്പെടുന്നവന് സന്തോഷിക്കാൻ സാധിക്കുമോ? ഞാനൊരു ദൂത് വിളിച്ചു പറയാം ഇതിൽ നിന്ന്. സ്തോത്രം. നമ്മുടെ അധികാര പരിധിയിൽ വന്നിട്ടുള്ള ജീവിതങ്ങൾ, സ്തോത്രം, അവർ ദുഃഖിക്കുകയല്ല, അവർ സന്തോഷിക്കത്തക്ക അളവിൽ ഞാനും നിങ്ങളും യഹോവ സകലർക്കും രാജാവാണെന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. സ്തോത്രം. അത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ജോലിക്കാരിയായിരിക്കാം.
സ്തോത്രം. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ചില സഹോദരങ്ങളായിരിക്കാം. സ്തോത്രം. നമ്മൾ ഭവനത്തിൽ മാതാവ് പിതാവ് എന്നുള്ള നിലയിൽ സ്തോത്രം നമ്മുടേതായിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം. നമ്മുടെ വസ്തുവകകളോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമുക്കുള്ള അധികാരങ്ങളായിരിക്കാം. കാലിട്ട് ചവിട്ടി കരയിക്കുവാനല്ല ദൈവവചനം നമ്മെ ഉദ്ഘോഷിക്കുന്നത്, നമ്മെ പ്രബോധിപ്പിക്കുന്നത്. മറിച്ച് അവരും ദൈവത്തെ ആരാധിക്കത്തക്ക അളവിൽ അവരെ സന്തോഷത്തോടെ, അവരെ സ്തോത്രം നിർമ്മല സ്നേഹത്തോടെ അവരെ കരുതുവാൻ തക്കവണ്ണം ദൈവാത്മാവ് സ്തോത്രം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. അവൻ നമ്മുടെ അധികാര പരിധിയിലാണെങ്കിലും, കാൽ കീഴാക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ ചവിട്ടി അരയ്ക്കുക എന്നുള്ളൊരു ഒരു അർത്ഥം വരുന്നില്ല, മറിച്ച് നമ്മളുടെ കീഴിൽ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അവൻ നമ്മുടെ കീഴിലാണെങ്കിലും അവൻ ദൈവത്തെ സ്തുതിക്കത്തക്ക അളവിൽ അവനിൽ ദൈവസ്നേഹം പകരുവാൻ, ദൈവകൃപ അവനിൽ വ്യാപരിപ്പാൻ ഞാനും നിങ്ങളും കാരണമായി തീരണം. എന്നിട്ട് പറയുക, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ, സ്തോത്രം. മറ്റൊരു ഭാഗമില്ലേ, അവൻ നമ്മെ നമ്മുടെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു. സ്തോത്രം. ഇവിടെ കർത്താവ് പറയുക, കർത്താവ് ചൂസ് ചെയ്ത് തരുമെന്ന്. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്നവനുള്ള അവകാശം, ദൈവത്തെ സേവിക്കുന്നവനുള്ള അവകാശം, ദൈവത്തെ ആശ്രയമായി, ദൈവം മാത്രം ആശ്രയമായിരിക്കുന്നവനുള്ള അവകാശം, സ്തോത്രം, നീ തേടി അതിൻ്റെ പുറകെ അധ്വാനിച്ച് നിന്റെ ജീവൻ അതിനു വേണ്ടി കളയേണ്ടതില്ല. നീ ദൈവത്തിന് വേണ്ടി ജീവൻ നൽകുമെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമെങ്കിൽ നമുക്കുള്ള അവകാശങ്ങളെ അവൻ ചൂസ് ചെയ്ത് തരും. സ്തോത്രം. അതൊരു ശത്രുവിനെ എടുത്തു കളവാൻ അവൻ സമ്മതിക്കത്തില്ല. വിശ്വസിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊള്ളണം. അത് നമുക്കുള്ള എന്തുമാകട്ടെ, സ്തോത്രം, നമുക്കുള്ള എന്തുമാകട്ടെ, നാം മാന്യമായി ദൈവത്തിന് ബോധ്യമാകും വണ്ണം നാം ദൈവത്തെ സേവിക്കുന്നെങ്കിൽ നമുക്കുള്ള അവകാശങ്ങൾ, അവിടെ ഞാൻ പറയുകയാണ്, സ്തോത്രം, നമ്മൾ ആഗ്രഹിക്കുന്ന അവകാശങ്ങളെന്നൊന്നും അല്ല പറയുന്നത്, നമ്മുടെ സ്വപ്നങ്ങളിലും കൽപ്പനകളിലുമുള്ളതായിരിക്കുന്ന സ്തോത്രം അവകാശങ്ങളെന്നല്ല പറയുന്നത്. നമുക്കുള്ളതിനെ, നമുക്ക് വരേണ്ടതിനെ, നമ്മുടേതിനെ ദൈവം നമുക്ക് എടുത്തു തരുവാൻ, സ്തോത്രം, തിരഞ്ഞെടുത്തു തരുവാൻ ഇടയായിത്തീരും. മറന്നു പോകരുത്. സ്തോത്രം. ഈ വിശ്വാസം ഉണ്ടാകണം. അതുകൊണ്ട് നമുക്കുള്ള അനുഭവങ്ങളിൽ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് നമുക്കിടയായിത്തീരണം. പലപ്പോഴും നമ്മളുടെ മോഹങ്ങൾ അതിര് കവിയുന്നത് കൊണ്ടാണ്. ലേഖനത്തിൽ എഴുതുന്നത് പോലെ നമ്മുടെ മോഹങ്ങൾ പെരുകി പെരുകി പാപത്തെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. ആ അനുഭവത്തിലല്ല, നമുക്ക് വേണ്ടതിനെ ദൈവം നമുക്ക് തരുമെന്നുള്ള സ്തോത്രം ഉറച്ച വിശ്വാസം ദൈവപൈതലിനെ എല്ലാ സമയത്തും ദൈവത്തെ സ്തുതിപ്പാനായിട്ട് സ്തോത്രം പ്രാപ്തയാക്കി തീർക്കും. ഇങ്ങോട്ട് പോകുക, ജയഘോഷത്തോടെയും യഹോവ കാഹളനാദത്തോടെയും കൂടെ ആരോഹണം ചെയ്യുന്നു. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം. സ്തോത്രം. അവൻ പീഡിതർന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് നല്ല തുണയാ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ തള്ളിക്കളയുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല. എവിടെയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ സ്തോത്ര യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ എഴുതുന്ന ഭാഗങ്ങളുണ്ട്. സ്തോത്രം. ദരിദ്രർക്ക് നീതി നഷ്ടപ്പെടുമ്പോൾ, സ്തോത്രം, വിധവമാർക്ക് സ്തോത്രം വേണ്ടതായിരിക്കുന്ന കരുതലുകൾ ലഭിക്കാതെ വരുമ്പോൾ കലങ്ങിപ്പോകരുത്, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നാം നീതിയോടും വിശ്വസ്തയോടും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നെങ്കിൽ ദൈവം നമ്മെ കരുതുവാനായിട്ട് ഇടയായിത്തീരും. എന്നിട്ട് ഓടി വന്ന അവസാനത്തെ വാക്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അവസാനത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വംശങ്ങളുടെ പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ച് കൂടുന്നു. പ്രിയമുള്ളവരെ, എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇതാ സംഭവിക്കേണ്ടുന്നത്. സ്തോത്രം. നീ വിശ്വാസിയായിക്കൊള്ളട്ടെ, അവിശ്വാസികളെ കുറിച്ച് പറയട്ടെ, അവർ വിശ്വാസികളായി തീർന്ന് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ജനമായി ഒരുമിച്ച് കൂടുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഞാനൊരു തടസ്സമായി നിൽക്കുന്നെങ്കിൽ എനിക്ക് അയ്യോ. സ്തോത്രം. നിങ്ങളിൽ ആരെങ്കിലും ഒരു തടസ്സമായി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ പൂരിപ്പിച്ചു കൊള്ളുക. സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം, നമുക്ക് നേടിയതെന്ന് പറയാനില്ല, നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർ യാക്കോബിൻ്റെ ജനമായി നമ്മളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് മുഖാന്തരമായി തീരണം. സ്തോത്രം.
വംശങ്ങളുടെ പ്രഭുക്കന്മാർ. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയും. ഇവിടെ പറയുമ്പോൾ പ്രഭുക്കന്മാരെന്ന ഇതിൽ എൻ്റെ ഹൃദയത്തിലുള്ളൊരു ചിന്ത പറയുക. ഇത് പൂർണ്ണമായിട്ടും വചനം വെച്ചൊന്നും സ്തോത്രം വ്യാഖ്യാനിക്കാനൊന്നും ഞാനതിന് തുനിയുന്നില്ല. മറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഉള്ളൊരു ചിന്ത, സഭയെക്കുറിച്ച്, സ്തോത്രം ദൈവജനത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിലുള്ളൊരാഗ്രഹം ഞാൻ പറയുകയാണ്. സ്തോത്രം ക്രിസ്തീയ വിശ്വാസം ഇന്ത്യയിലൊക്കെ വന്ന സമയങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരുടെ അധിക ഗണം സ്തോത്രം സാധുക്കളും ഒന്നുമില്ലാത്തവരും, സ്തോത്രം താഴെ അവഗണിക്കപ്പെട്ടവരുമൊക്കെ ആയിരുന്നു. സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഞാൻ പറയുക, ഈ നാളുകളിൽ ഉയർന്നവർ, ഉന്നതർ, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ, വീട്ടിലൊരു എൻട്രി കിട്ടുകയില്ലെന്ന് നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ നമുക്ക് ഉറപ്പുള്ളവർ ദൈവത്തെ അറിയാൻ തക്കവണ്ണം ഇടയായി തീർന്നിരുന്നെങ്കിൽ എന്ന് എൻ്റെ ഹൃദയം ആഗ്രഹിക്കാറുണ്ട്. സ്തോത്രം. ഞാൻ ആരുടെയും പേരുകളോ സ്ഥാനങ്ങളോ ഒന്നും എടുത്തു പറയുന്നില്ല. പക്ഷെ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല എന്ന് കരുതുന്നവരുടെ ഭവനങ്ങൾക്കകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടില്ലേ? സാധാരണക്കാരായ വിശ്വാസികളായിരുന്നു ദാനിയേല്. സ്തോത്രം. അവൻ എത്തിച്ചേർന്നത് എവിടെയാ? സ്തോത്രം. ഒരു രാജാവിൻ്റെ മാനസാന്തരത്തിന് സാധാരണക്കാരനായ, അല്പം കൂടെ ഒന്നുകൂടെ ഒരു പടി കൂടെ ചേർത്ത് പറയുക, വിശ്വസ്തനായ ഒരു വിശ്വാസി കാരണമായി തീർന്നു. ഞാനും നിങ്ങളും വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ, സ്തോത്രം, ചില പ്രഭുക്കന്മാരുടെ മുൻപിൽ ദൈവത്തിൻ്റെ, അപ്പോൾ ഞാൻ താഴെത്തട്ടിലുള്ളവരെ അവഗണിച്ചുകൊണ്ടൊന്നും അല്ല പറയുന്നത്, അവരും ദൈവസന്നിധിയിൽ വരണം. എന്നാൽ അതോടൊപ്പം ഉന്നതന്മാരും ദൈവസന്നിധിയിൽ വരുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. പ്രഭുക്കന്മാർ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ജനമായി, സ്തോത്രം, നമ്മോട് ചേരുന്ന ചില ദർശനങ്ങൾ, ചില ആഗ്രഹങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. സ്തോത്രം. അത് നിങ്ങൾക്ക് ഞാൻ വിടുകയാണ്. എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. ഏറ്റെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ സകലത്തിനും മീതെ ഉന്നതനായിരിക്കുന്ന ദൈവം. അവൻ നമ്മെ വിളിച്ചു, വേർതിരിച്ചു, കർത്താവിൻ്റെ സ്വന്തം ജനമായി രൂപപ്പെടുത്തിയെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും നമ്മൾ ആ രൂപീകരണത്തിൽ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി മുന്നേറുന്നു. നമുക്കുള്ളൊരു ഉത്തരവാദിത്വം മറന്നു പോകരുത്. അത് പറഞ്ഞുകൊണ്ടായി സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. സ്തോത്രം. സകലരും ദൈവത്തെ അറിയുവാൻ ഞാനും നിങ്ങളും മുഖാന്തരമായി തീരണം. ഈ ഉദയനഗർ പട്ടണത്തിൻ്റെ, ഈ ഉദയനഗർ ഭാഗത്തിൻ്റെ, സ്തോത്രം, ഹല്ലേലൂയ, വിളക്കായി നിൽപ്പാൻ നമുക്ക് കഴിയണം. ഇവിടെയുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. ആ പ്രാർത്ഥനയോടും വാഞ്ചയോടും, സ്തോത്രം, സമർപ്പണത്തോടും കൂടെ, ദൈവം സകലരുടെയും രാജാവാണെന്നുള്ള ബോധ്യത്തോടു കൂടെ, അങ്ങനെ ദൈവം എൻ്റെ അധികാര പരിധിയിൽ അവൻ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നവരെ, സ്തോത്രം, എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ പ്രാപ്തയാക്കി തീർക്കും എന്നുള്ള സമർപ്പണത്തോടെ, സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം.